കുടുംബശ്രീയുടെ പുതിയ പ്രമോയിൽ വിവാഹം മുടങ്ങിയതിലും താൻ കാരണമാണ് സുസ്മിത അപമാനിക്കപ്പെട്ടതും എന്ന് കരുതി ആകെ വിഷമിച്ചിരിക്കുകയാണ് സത്യഭാമ. ഇതേ സമയത്താണ് സരള സുസ്മിതയെ വിളിച്ചുകൊണ്ട് പോവാനായി സത്യഭാമയുടെ വീട്ടിലേക്ക് വരുന്നത്. അതേസമയം പുറത്തേക്ക് ഇറങ്ങുകയാണ് ഭാമ. എന്നിട്ട് സുസ്മിതയോട് മാപ്പ് പറയുന്നുണ്ട് സത്യഭാമ. താൻ കാരണം അപമാനമുണ്ടായി, മോളിനി ഇവിടെ നിൽക്കണ്ട, വീട്ടിലേക്ക് പോയെന്നൊക്കെ സത്യഭാമ പറയുകയാണ്. തുടർന്ന് സുസ്മിത പറയുന്നുണ്ട്, ഞാനിവിടെ നിന്നോളാം, ഞാൻ ആൻറ്റി വിട്ട് പോവില്ല എന്നൊക്കെ. അവസാനം സങ്കടത്തോടുകൂടി ഭാമ ചോദിക്കുകയാണ്, മോള് ഇനി ഇവിടെ നിൽക്കാതിരിക്കുന്നതല്ലേ നല്ലതെന്ന്. എങ്ങനെയും വിഷ്ണുവിനെ സ്വന്തമാക്കണം എന്നുള്ള ആകെ ഒരു ഒറ്റ കാഴ്ചപ്പാടേ സുസ്മിതയ്ക്കുള്ളൂ. അവസാനം സത്യഭാമ കൂടി അങ്ങനെ ചോദിച്ചപ്പോൾ ഇനി തനിക്ക് എവിടെ നിൽക്കാൻ പറ്റില്ല, എന്തെങ്കിലും അടവ് പ്രയോഗിക്കണം എന്നുള്ള നേരത്ത് സുസ്മിത ഓടിപ്പോയി അവിടെ കാർപോർച്ചിലിരിക്കുന്ന പുല്ലരിയുന്ന വാളെടുക്കുകയാണ്. അന്നേരം വിഷ്ണുവും ശാലിനിയും പ്രീതിയും ഒക്കെ നോക്കി നിൽക്കുന്നുണ്ട്. തുടർന്ന് സുസ്മിത ആ വാളെടുത്ത് തൻ്റെ കഴുത്തിലേക്ക് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് എന്നെ ഇവിടെ നിൽക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു കളയുമെന്ന് സത്യഭാമയെ ഭീഷണിപ്പെടുത്തുകയാണ്. സുസ്മിത അങ്ങനെ ചെയ്യുന്നത് വരെ ആകെ പ്രതീക്ഷയിലാണ് ശാലിനിയും പ്രീതിയും രാഘവൻ നായരും വിഷ്ണുവും ഒക്കെ നിന്നത്. പക്ഷേ സുസ്മിതയുടെ ആ പ്രവൃത്തി കൂടിയാകുമ്പോൾ അമ്മ എങ്ങനെയും സുസ്മിതയെ അവിടെ പിടിച്ചു നിർത്തും എന്നുള്ള ഒരു വിശ്വാസത്തിലെത്തുകയാണ് വിഷ്ണു. തുടർന്ന് സത്യഭാമ സുസ്മിതയെ വീണ്ടും വീട്ടിൽ നിൽക്കാനായിട്ട് സമ്മതിക്കുകയാണ്. അങ്ങനെ ആകെ നിരാശപ്പെടുകയാണ് വിഷ്ണുവും ശാലിനിയും. ഇത്രയുമാണ് പുതിയ പ്രമോ. ഓക്കെ, താങ്ക് യു.